ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു തേങ്ങാച്ചോറിൻ്റെ ചിക്കൻ കറി റെസിപ്പി കേട്ടോ. അപ്പം അതിനായിട്ട് തന്നെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്, അതുപോലെ ചിരിക തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിയിലേക്ക് തേങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് കുറവായതിനാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാവരും അടക്കുക. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ചു ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് 2-3 വിസിലടിക്കട്ടെ കേട്ടോ. ഒരു 3 വിസിലൊക്കെ റേഷൻ കടയത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ അതേ വെന്തു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് നല്ല മയം കിട്ടുമല്ലോ. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളതും കൂടി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 4 തക്കാളി, അതുപോലെ 3 സവാള, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്നേ എടുക്കണുള്ളൂ. ഞാൻ മുളകും പൊടി ഇതൊക്കെ ഇടുന്നതുകൊണ്ട് എരിവ് കൊടുക്കും. നമ്മൾ തക്കാളി കട്ട് ചെയ്ത് സവാളയും പച്ചമുളക് കീറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടോ. നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി കീറിയ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പാട്ടിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് സവാള വഴച്ചെടുക്കാം. അങ്ങനെ സവാളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ അതിലിട്ടോ. ആ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നല്ല വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആവശ്യത്തിന് 2.5 സ്പൂണൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് മുളകും പൊടി. അങ്ങനെ മുളകും പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിലേക്ക് ചിക്കൻ മസാലയും ചേർക്കാം. അങ്ങനെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ മസാലയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ നന്നായി ഒന്ന് പച്ചമണം മാറുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ കറക്റ്റായി നോക്കാം. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. ഉപ്പ് കുറവാണ്, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. അതൊക്കെ ഇവിടെ കഴിച്ച് റെഡിയായി കൊണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിലെടുക്കട്ടെ ഉണ്ടാക്കിയ. അപ്പോൾ ചിക്കൻ കുറച്ചുള്ളിന്ന്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കും. നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് ഒരു പപ്പടമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചാലോ.